ഇല്ലെന്ന്. രണ്ടുപേരും ആരെ കുറിച്ചാ സംസാരിക്കുന്നേ? എന്തോ തർക്കമാണല്ലോ. ആരെ കുറിച്ചാ തർക്കം? എടാ ദേ, ഇവളുടെ മനസ്സിൽ ഒരുത്തൻ കേറിയിട്ടുണ്ട്. അതാരാണെന്ന് പറയുന്നില്ല. ഇവള് വെറുതെ പറയാ. പിന്നെ പൊടി. ഇവളുടെ മനസ്സിൽ ആരോ ഉള്ളത്? നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഓരോ കാമുകന്മാരുണ്ടോ? രണ്ടുപേരും അസല് കള്ളികളാണല്ലോ. എടാ, ഇതല്ലേ ഇവള് വെറുതെ പറയാ. രണ്ടുപേരും ഒന്നും പറയണ്ട. ഈ പ്രശ്നം ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ഒളിച്ചു കയറിയിരിക്കുന്ന ഹീറോ ആരാണെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് കുറച്ച് ടെലിപ്പതിയൊക്കെ വശമുണ്ടേ. രണ്ടുപേരുടെ മനസ്സിലുള്ളത് ആരാണെന്ന് ഞാൻ പറയട്ടെ. ആദ്യം വൃന്ദയുടെ മനസ്സിൽ ആരാണെന്ന് പറയാം. ആളാരാണെന്ന് ഞാൻ പറയട്ടെ. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്നാ പിന്നെ അനുവിന്റെ മനസ്സിലെ ചുള്ളൻ ആരാണെന്ന് പറയാം. പറ വേഗം പറയടാ. പറയട്ടെ. അനാവശ്യം പറഞ്ഞല്ലോ. ഇവന്റെ അടുത്തൊന്നും ശരിയാവില്ല. നീ വാ, പുറത്തു പോവാം. വാ. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. അവരുടെ രണ്ടുപേരുടെ മനസ്സിലുള്ള ഹീറോ ആരാന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല കുട്ടൂസേ. പിന്നെ എന്തിനാ നീ അതറിയാന്ന് പറഞ്ഞത്? ഞാൻ അവരെ ഒന്ന് പേടിപ്പിച്ചല്ലേ. പറയാൻ പാടില്ലാത്തത് പറയരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, കാണാൻ പാടില്ലാത്തത് കാണരുത്. ചേട്ടത്തിന്റെ ഫുഡിന് പ്രത്യേക രുചിയാ. ചേട്ടത്തി ഇപ്പൊ അപ്ഡേറ്റ് ആയി. ജെൻസി പിള്ളേരുടെ ടേസ്റ്റ് ഒക്കെ ചേട്ടത്തിക്ക് മനസ്സിലായി തുടങ്ങി. ഇനി അങ്ങോട്ട് എന്റെ ഫുഡിനെ കുറിച്ച് നല്ലതൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഞാൻ ഇവിടെ അധികം നാളൊന്നും ഉണ്ടാവില്ല. ചേട്ടത്തി എവിടെ പോകുന്നു? ഞാൻ ഇവിടുത്തെ പണി മതിയാക്കി പോവാ. എടി, മന്ദാകിനി പോവാൻ തീരുമാനിച്ചു. ചേട്ടത്തി എങ്ങോട്ട് പോകുന്നു? മതിയായി പിള്ളേരെ ഇവിടത്തെ പണിയും പഴിയേക്കലും. അതിന് ചേട്ടത്തെ ഞങ്ങള് വിട്ടിട്ട് വേണ്ടേ? മന്ദാകിനി ചേട്ടത്തി ഇല്ലാത്ത ഹോസ്റ്റലിനെ പറ്റിയിട്ടേ ഞങ്ങക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചേട്ടത്തി ഒച്ച അനക്കമില്ലെങ്കിൽ ഈ ഹോസ്റ്റൽ ഉറങ്ങിയതുപോലെയാ. വേറൊരാള് വന്നാ ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കി തരേയില്ല. ചേട്ടത്തി പോവരുത്. അപ്പൊ ഞാനുണ്ടാക്കുന്ന ഫുഡ് കൊള്ളില്ലാന്ന് നിങ്ങളൊക്കെ പറയുന്നതോ? അത് ഞങ്ങളതൊക്കെ ഒരു തമാശക്ക് പറയുന്നതല്ലേ. തമാശക്ക് ചേട്ടത്തിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുന്ന ഫുഡിന്റെ രുചി വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ പോണ്ടാന്നൊക്കെ തോന്നും. കുറച്ചുകൂടെ. പക്ഷേ ഇവിടുത്തെ മാഡത്തിന്റെ രീതികളായി ഒത്തുപോകാൻ വലിയ പാടാ. പിള്ളേരെ അവരുടെ ചാട ഞാൻ എന്തിനാ സഹിക്കണേ? നിങ്ങളുടെ കള്ളം കണ്ടുപിടിച്ച റീന മാമിനെ എന്തിനാ നിങ്ങൾ പഴി പറയുന്നേ? മാം ഇവരുടെ കള്ളത്തിന് കൈയോടെ പിടിച്ചതിനാ മാമിന് തെറി പറയുന്നത്. ഞാൻ കക്കണത് നീ കണ്ടോടി.
കൈയോടെ പൊക്കിയതല്ലേ? ഓനോക്കൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ്. ഉടക്കം വന്നാലുണ്ടല്ലോ. ചേട്ടത്തി വേഗം ചേട്ടത്തി